सरे सा नी सा गा रे नी सा रे सा പൊടിക്കുന്നില്ല കണ്ണ് തൊട്ടിട്ട് താത്ത നിങ്ങൾ പൊന്നൂനെ കണ്ടീന്നാ? ആ പെണ്ണിന് ഇവിടെ എവിടെയും കാണാനില്ല, റൂമിലൊന്നും കാണാനില്ല. ഞാൻ കണ്ടിട്ടില്ല. ഓള് നീച്ചിട്ടുണ്ടാവില്ല, അതിന്റെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിലും പണ്ടേ അങ്ങനെ തന്നെ അല്ലേ, നേരം വൈകി നീച്ചിട്ടല്ലേ ശീലമുള്ളൂ. ഇത് അതിന്റെ ഉള്ളിൽ പോയൊക്കെ അല്ലെ വാർപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവും ഇരിക്കണം. കണ്ടിട്ടില്ലല്ലോ. ചിലപ്പോ നിസ്കരിക്കാനായിട്ട് ഓള് കൊടുക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റൂമിൽ ഉറങ്ങണന്നെ ഉണ്ടാവും. ഒന്ന് പോയോക്കി. എവിടെ പോയി കെടുക്കാണ് റബ്ബേ ഈ ഒരു പെൺകുട്ടി? ചിലപ്പോ വാർപ്പിന്റെ മുകളിലുണ്ടാവും. ഞാൻ ഒന്ന് പോയോക്കട്ടെ കേട്ടോ. ഓളെ കാട്ടിക്കൂട്ടിലാണ് വിചാരിച്ചു ഓളെ കുട്ടിന്റെ കല്യാണമാണ് ഇത്. എങ്ങനെയെങ്കിലും പെണ്ണ് പുറത്ത് പോയി കിട്ടാൻ മതിച്ചിട്ട. നിങ്ങൾ നല്ല രാത്രി ഉറങ്ങിയിട്ടില്ല തോന്നണല്ലേ? എവിടെ ഉറങ്ങണമെന്നല്ലേ, നേരം വെളുക്കോളം പണി തന്നെ എണീല. ആർട്സേക്കില്ല തൈറ്റും തൈറ്റൊക്കെ വിൽക്കണില്ല മനസ്സിന്. ഓഡിറ്റോറിയത്തിന്ന് വന്നിക്കണ 3 മണി ആയപ്പോഴാണ്. ഇപ്പൊ കാലിനും കയ്യിനൊക്കെ നീരടങ്ങിയേക്കണം. നിന്റെ കല്യാണം കഴിയുമ്പോത്തിന് എന്താവണം? ആ അല്ല, പൊന്നൂന് പണ്ടൊക്കെ കൊടുക്കണില്ലേ? പറഞ്ഞ പണ്ടൊക്കെ കൊടുക്കണ്ടോ? പണ്ടങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കെട്ടിക്കണത്. അല്ലാതെ വെറുതെ പോളം കണ്ട് ഇറക്കി വിടാൻ പറ്റൂലല്ലോ. ഒക്കെ എൻ്റെ ആങ്ങളെ നല്ലോണം കൊടുക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ അല്ലെങ്കിലും കുറച്ചുള്ളടത്തേക്ക് തന്നെയാണ് കെട്ടിക്കണത്. ഒരു പണ്ട് പണമെന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ആങ്ങൾക്ക് ഒറ്റ നിർബന്ധം, ഓൾക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഞാൻ പിന്നെ ഓളെ വല്ലാതെ തലമേറ്റി നടക്കാനൊന്നും നിൽക്കല്. എൻ്റെ കുട്ടികളെ തന്നെ തലമേറ്റി നടക്കുന്നവരില്ല ഇടല്ലേ പോളെ. ഞങ്ങളെ ഉമ്മാക്കേന്നോളെ വലിയ തലമേറ്റി നടക്കല്. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഓടിച്ചോടത്തൊക്കെ പോണതിൻ്റെ മുന്നേ ഇച്ചിരി കുറച്ചൊന്ന് കണ്ണ് ചിമ്മട്ടെ ഞാൻ. ആ ഇന്നലെ കെടുക്കുന്ന ടൈമിൽ ഈ പെൺകുട്ടിയോട് കുറച്ചൊന്നല്ല ഞാൻ ഓതി കൊടുത്തിക്കണത്. പൊന്നു പൊന്നു എന്ത് പൊന്നു? ആ പൊന്നിച്ച് ഇവിടെ വന്നിരിക്കാണ്. അമ്മായി എവിടെല്ലാം നോക്കിയെന്ന് അറിയോ? എന്താ മോളെ, എന്താ മോളെ കണ്ണ് നിറഞ്ഞിക്കണേ? ഒന്നുമില്ല അമ്മായിയെ, ഇമ്മമാനെ ഓർത്തുപോയി. അതാ ഓർത്തതൊക്കെ മതിയാക്കിങ്ങാണ്ടേ പോയി നിസ്കരിക്കും മോളെ. മോളമ്മക്ക് വേണ്ടിയിട്ടും മോളെ ഇങ്ങുള്ള ജീവിതത്തിന് നല്ലത് വരാൻ വേണ്ടിയിട്ടേ പ്രാർത്ഥിക്ക്. പോയി നിസ്കരിക്ക്. ശരി അമ്മായിയെ, ഞാനാ പോയി നിസ്കരിക്കട്ടെ. ഞാൻ ഉറക്കത്തിലേ വല്യമ്മനെ വന്ന് വിളിക്കണ പോലെ തോന്നിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഉണന്ന് അപ്പൊ ഇങ്ങോട്ട് കേറിയതാണ്. കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കച്ചിട്ട് വല്യമാനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നോണ്ടേ കാര്യമായില്ലല്ലോ. വല്യമാക്ക് വിധി ഉണ്ടാവില്ല എന്റെ കല്യാണം കൂടാന്. ഈ ചെല്ല് നേരെ എത്ര നേരം നമുക്ക് ഓഡിറ്റോറിയത്തൊക്കെ പോകണ്ടേ? ഇവിടെ ഇങ്ങനെ 9 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് ഇറങ്ങാനാ പറഞ്ഞിരിക്കണത്. എനിക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ? ഞാൻ ചെല്ല്. ഞാൻ പോയി നിസ്കരിക്കട്ടെ കേട്ടോ അമ്മയ്യ. വല്ലാത്തൊരു പെൺകുട്ടി പാവം. കുറച്ചൊന്നല്ല ചെറുപ്പം മുതൽ കഷ്ടപ്പെടുന്നത്.
ആ പിന്നെ പൊന്നുവാ, ഇന്ന് എന്റെ കല്യാണം അങ്ങനെ, അതും കൂടി ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്റെ കുട്ടിക്ക്. 2 വർഷമായി ആ ചെക്കൻ കാത്തിരിക്കണ്, മറക്കണ്ടട്ടാ. ഒന്ന് പോ അമ്മായി അവിടുന്ന്. പഠിച്ചോനെ, ഇഞ്ഞയിൽ എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയാ മതിയായിരുന്നു. കുറച്ചൊന്നല്ല ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ടുക്കണത്. പെണ്ണിന്റെ ഒരു നാണം കണ്ടീര. പാവമ്മായി, ആരോടും പരാതിയില്ല, പരിഭവമില്ല. അതങ്ങനെ ഒരു സാധനം. ഈ പെരയിലെ ഏതൊരാശ്വാസം എനിക്ക് ഈ അമ്മായി. അത് വേദനയായിട്ട് അമ്മായിനോട് ഞാൻ അപ്പോഴും പറഞ്ഞാണ് ഇത് ഇങ്ങനത്തെ കമ്മലൊന്നും വേണ്ടാന്നുള്ളത്. എന്ത് വലിയ കമ്മലാണ് ഇതൊക്കെ, എങ്ങനെയാണ് കുട്ടികളോട്. ഇന്നലെ രാത്രിയാണ് എനിക്ക് എടുക്കുമ്പോ ഊരക്കാനും മറന്നത്. എന്ത് വേദനയാണ്. നിസ്കരിക്കട്ടെ, കൊറേ നേരമായി. പൊന്ന വല്യമ്മായിന്റെ കൂടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാണ്. മാറ്റണ്ടിഞ്ഞി വല്യമ്മായിയെ 2 ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞേക്കട്ടാ. പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞേക്കാം മാറ്റാന്. അത് വേഗം മാറ്റോട്. നമുക്ക് മണ്ഡപത്തേക്ക് പോണ്ടേ? ആയിക്കോട്ടെ. വല്യമ്മായി പോയിട്ടേ അപായം നിർത്തിടട്ടെ, വെക്ക മാറ്റോട് കേട്ടാ. ഒരുക്കണം വന്നാണെങ്കിൽ ഈ സമയത്താണ് വരാം. ഇതൊക്കെ ഉണ്ട് വന്നോടെ. ഇവിടെ പോയി കൊടുക്കുക. നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അവളോട് എപ്പോഴും പറഞ്ഞാണ് ഇവിടുന്ന് പോകണ്ടെന്നുള്ളത്. പൊന്നു എത്തിയ പൊന്നു, ഇതുവരെ ഒരുങ്ങിയില്ലേ? ടൈം എത്ര ആയടി? ഇല്ലടി, ഞാൻ അന്യം കാത്തിരിക്കാണ് ഒരുങ്ങാൻ വേണ്ടിട്ട്. അതെന്താ പെണ്ണെ, അന്നെ ഒരുക്കി തരാനേ ഈ വീട്ടിൽ ആരും ഇല്ലേ? എന്റെ പൊന്ന് ഇബേ, എനിക്കറിയുന്ന കാര്യം തന്നെ അല്ലേ. ഇക്കാന്റെ വീട്ടിൽ നിന്ന് ഒരുക്കാൻ വേണ്ടിട്ട് ആളെ അയക്കാന്ന് പറഞ്ഞപ്പോഴേ എന്റെ വല്യമ്മായി എന്താ പറഞ്ഞത്? എന്റെ ഉപ്പാക്ക് അത് ഇഷ്ടപ്പെടൂലെന്ന് പറഞ്ഞിട്ടേ വല്യമ്മായി അത് മുടക്കിയതല്ലേ. ബെസ്റ്റ്. എന്നിട്ടേ പറഞ്ഞ പുള്ളിക്കാരത്തി എവിടെ പോ? ആളിപ്പേ ഇന്നെ ഒരുക്കി തരാന്ന് പറഞ്ഞാണ്ടേ പോയതാണ്. ഇനി ഈ വൈക്ക് കണ്ടിട്ടില്ല. അല്ലൊരു പെണ്ണെ, അമ്മായി ഇവിടെ വന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വിടാന്നുള്ളത്? ആ ആള് വന്നില്ലേ? ആള് വന്ന്, പക്ഷേ അവർക്ക് തന്നെ പൊരുങ്ങാനേ സമയമില്ല. അതിന്റെ ഇടയിലേ ഇന്നെ ഒരുക്കും അവര് ഒരുങ്ങണത് നോക്കിങ്ങാണ്ടേ ആ റൂമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കലാണ് ഇപ്പൊ എന്റെ പണി. അങ്ങോട്ട് നോക്ക്.
പോരെ. ബെസ്റ്റ് നല്ല ടീംസാണ് എൻ്റെ കുടുംബക്കാരും ബന്ധുക്കാരും ഏതായാലും. അല്ല, ഇതിപ്പോ എന്റെ കല്യാണാണോ അതാ ഒരുങ്ങണേ അവരെ കല്യാണാണോ? ഓ എന്റെ പൊന്നെ, ഇപ്പൊ ഒന്ന് പതുക്കെ പറയും. നല്ല കുട്ടിയല്ലേ, അങ്ങോട്ടൊക്കെ അവരവിടെ നിൽക്കുന്നുണ്ട്, അവര് കേൾക്കും. അമ്മായി ഉണ്ട് അപ്പുറം, ഒന്ന് പതുക്കെ പറയണേ. കേൾക്കട്ടെ, കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇക്കന്നെ പോലെ ആ വക പേടിയൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലേ ഉള്ള കാര്യം ഞാൻ മുഖത്തോക്കി പറയും. ഇത് പെണ്ണിന് ഇവിടെ എത്തിക്കാണ്ട് അവരൊക്കെ പോയി ഒരുങ്ങണം. എവിടുത്തെ ഏർപ്പാടാണ് പൊന്നതൊക്കെ. ഈ വാടി അന്നൊരുക്കാനേ ഞാൻ മതി. എന്റെ പൊന്നൂനെ ഞാൻ നല്ല സുന്ദരിയാക്കി ഒരുക്കി തരാം. വായ്. ഇവ നല്ല പേടിണ്ടടി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളേ എന്റെ ജീവിതം ഓർത്തിട്ട്. എന്റെ പൊന്നോ, നീ കൂടുതൽ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് നല്ലതേ വരുള്ളൂ. യുവാ മതിന്റെ കുട്ടിയേച്ച് ഒരുങ്ങിയത്. എത്ര നേരമായ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരുങ്ങണത്. ഇതിപ്പോ പൊന്നിനെക്കാണ്ടി വലിയ ഒരുക്കാനാണല്ലോ എനിക്ക്. നല്ലൊരു പുതുമ. അവിടെ നിക്കേ, ഇപ്പൊ കഴിയോ എന്നതുപോലെ ഒരുങ്ങൂലല്ല. ഒരു കല്യാണാണ്, പെണ്ണിനെക്കാട്ടി കൂടുതൽ കാണുന്നതേ ഞങ്ങളൊക്കെ തന്നെ ഇക്കാരം. ഒക്കെ നോക്ക്. ഈ പൊന്നൂര് ഒരുക്കാനൊക്കെ കഴിഞ്ഞാണ്ട് എപ്പോഴാണ് ആണ്ട് ഇറങ്ങല്. ഇതിപ്പോ 10 മണിയായിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തേക്ക് എത്തൂല തോന്നണം. പൊന്നൂര് ഒരുക്കാനും കഴിഞ്ഞില്ലേ, ഇറങ്ങാനായില്ലേ, നേരം പൊട്ടും ആയല്ല. ശരിക്കാ പൊന്നൂര് ഒരുക്കാനും കഴിഞ്ഞില്ലെന്ന് ഒന്ന് പോയോക്ക് ജി. എത്ര നേരായി ഇത്. ഇനിയിപ്പോ കൂട്ടുകാരികളും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ഡപത്തേക്ക് ഇറങ്ങാൻ നേരം വെക്കും. ഒന്ന് പോയോക്ക്. ആ എല്ലാരും കൂടി അങ്ങോട്ട് പോവന്നല്ലേ ഓഡിറ്റോറിയത്തേക്ക്? എല്ലാരും കൂടി അങ്ങോട്ട് പോവാൻ നമുക്ക്. ആ ഈ തലയും കൂടി ഇങ്ങോട്ട് നേരാക്കാടി. പൊന്നോ, അന്നെ കാണാനിപ്പേ എന്ത് മൊഞ്ചായിട്ടുണ്ടടി. ആരും കണ്ണ് തട്ടാതിരിക്കട്ടെ. നിന്നെക്കാട്ടി ഭംഗിയുണ്ടടി ഇപ്പൊ എന്നെ കാണാന്. ഒന്ന് പോവെണ്ണ അവിടുന്ന്. കുട്ടീനെ ഒരുക്ക കഴിഞ്ഞില്ല. ആ ഇബേ കഴിഞ്ഞിലൊരുക്കാം തലയും കൂടി കഴിഞ്ഞ അമ്മായിയെ. നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ. എവിടെ എന്റെ കുട്ടി? ഞാനൊന്ന് കാണട്ടെ. എന്റെ പൊന്നു ഇബേ, ഇത് ഓളങ്ങനെ മറിഞ്ഞു നിക്കാതെ ഓളെ മുന്നിൽ നിന്നൊന്നുകൊണ്ട് മാറടി. ഇപ്പൊ ഞാൻ പുറത്തില്ലേ? ആ പൊന്നു, മാഷാ അല്ലാ, എന്റെ കുട്ടി സുന്ദരിയല്ല. ആരോ ഒരുക്കിയതെന്ന് നോക്കണം. ഇതിപ്പോ ടൈം കിട്ടാഞ്ഞിട്ടല്ലേ ഇങ്ങനെ സിമ്പിളാക്കി ഞാൻ ഒരുക്കിയത്. ടൈം കിട്ടാന്നുണ്ടെങ്കിലുണ്ടല്ലോ അമ്മായിയെ, ഞാൻ അവളൊരു മാലാകനെ പോലെ ആക്കിയെന്ന്. മേക്കപ്പ് ഇല്ലെങ്കില് എന്റെ കുട്ടി പണ്ടേ സുന്ദരിയാണടി പെണ്ണെ. അല്ല അമ്മായിയെ, നിങ്ങളിപ്പോ എന്തിനാ കരയണത്? ഒന്നുമില്ല, കരയല്ല അമ്മായി. അമ്മായിയെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് കരയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് കരഞ്ഞോളി. ഞാൻ എൻ്റെ എല്ലാ കലാവിരുദ്ധം കൂടിയാണ് ഈ കുറച്ച് നേരം കൊണ്ട് ഇവളെ ഈ കോലത്തിലാക്കി എടുത്തിക്കുന്നത്. അമ്മായി അത് കരഞ്ഞങ്ങാണ്ട് ഓളയും കൂടി കരയിപ്പിച്ചങ്ങാണ്ട് കോളാക്കല്ലേ കേട്ടാ. എല്ലാവരും മോളെ പെട്ടെന്ന് എൻ്റെ ഉമ്മാനെ ആലോചിച്ചു പോയി. എൻ്റെ അമ്മയെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇവളെ കല്യാണം കൂടാൻ. പക്ഷെ അതിനാ ഭാഗ്യമില്ലാതായി പോയില്ല. സാരില്ല അമ്മായിയെ, ഇമ്മും അതൊക്കെ കണ്ടുകാണ്ടേ സ്വർഗത്തിലിരുന്ന് കാണ്ടേ
സന്തോഷിക്കുണ്ടാവും. ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചല്ലേ പൊന്നൂന് ഈ വേഷത്തിൽ കാണാന്. ഉമ്മ എല്ലാം കാണുന്നുണ്ടാവും. ആ മോളെ, നിന്റെ കുട്ടികളെ അത് ഓർത്തുങ്ങാണ്ട് സമയം കളണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, അത്ര ഭാഗ്യമുള്ളൂന്ന് വിചാരിച്ചാൽ മതി നമ്മളമ്മക്ക്. ഈ വായും നമുക്ക് ഇറങ്ങാം. ഇവ ഓളയും കൂട്ടിക്കാണ്ട് പുറത്തേക്ക് വാടി. 9 മണിയാകുമ്പോഴത്തേന് ഓഡിറ്റോറിയത്തിൽ എത്താൻ പറഞ്ഞതാണ്. വാ. ആ, ഞാൻ അതവളെ കൂട്ടിക്കൊണ്ട് വരാം. ഇങ്ങനെ രണ്ടാളും കൂടി ഒന്ന് വർത്താനം പറയണ്ട, വെക്കം വരാൻ നോക്കി. കുട്ടിനെ കാണാൻ എന്ത് ഭംഗിയാണ്. പൊന്നു വാടി, നമുക്ക് ഇറങ്ങാം. ഇബടി നമുക്ക് ഓവറാണോ കുറച്ച്? ഇടി പെണ്ണെ, എന്റെ കല്യാണാണ്, അല്ലാതെ വേറെ ഒരാളെ കല്യാണം കൂടാൻ വേണ്ടി പോവുകയല്ലേ നമ്മള്. അത് ആദ്യം മനസ്സിലാക്ക്. ഈ കല്യാണ ടൈമില് കുറച്ചൊക്കെ മേക്കപ്പ് ഇടുള്ളൂ. കല്യാണം കഴിഞ്ഞാണ് ചെക്കൻ്റെ കൂടെ പോകുമ്പോഴേ ഇമാതിരി മേക്കപ്പ് ഒന്നിട്ട് പോകൂല. ഇങ്ങോട്ട് വന്നാ എടി, ഇങ്ങനെ മേക്കപ്പ് ചെയ്തേനെ എന്തൊക്കെ പറയണോ പുറത്ത്. വല്യമാരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ ഒക്കെ പേടിയാവുന്നുണ്ട്. ഇങ്ങനെ ഒരു പൊട്ടത്തിയായി പോയല്ലോ എന്റെ പൊന്നോ. എടി, ഇപ്പൊ ആദ്യം തന്നെ അങ്ങനൊക്കെ ശീലായി. ഇനിയിപ്പേ അവരൊക്കെ കാണുമ്പോൾ ആ ശീലം അങ്ങനെ തന്നെ വരും. അത് മാറ്റണം എന്നാണ് പൊന്നോ ഞാൻ പറഞ്ഞത്. എന്നും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ച് നിന്നാലൊന്നും ശരിയാവൂല. മാറ്റാൻ തമ്പുരാട്ടി. അങ്ങനെ വൈക്കുവാ എന്റെ കുട്ടി. വല്യമ്മായിന്റെ കുട്ടി ഒരുങ്ങി വന്നപ്പോ എന്ത് സുന്ദരിയാണ്. അങ്ങോട്ട് നോക്കിനോ, എന്റെ കുട്ടീനെ കാണാൻ എന്ത് മൊഞ്ചാണ്. മാഷാ അല്ലാ. സുന്ദരി ആയാലോ പൊന്നു. അല്ല, അടിപൊളിയുണ്ട്. മാഷാ അല്ലാ. കാണാ അപ്പൊ നല്ല സുന്ദരി ആയിക്കണ്. എല്ലാരും പൊന്നും പണ്ടൊക്കെ തന്നിട്ട് തന്നെയല്ലേ കെട്ടിക്കണത്. കണ്ട നല്ല സ്വർണ്ണൊക്കെ തന്നിക്കണില്ലേ. സുന്ദരി അയക്കണ്. 2 പവനുണ്ട്. 2 പവനാ? 2 പവനൊക്കെ ഉണ്ടാവേക്കൂല്ലേ. എന്നാലും ഈ പണ്ടത്തിന്റെ വില ആയ സമയത്തെ ഇങ്ങനൊക്കെ പണ്ടം കൊടുക്കാൻ പറ്റിയല്ലോ. അതിന് വലിയ കിട്ടലാണ്. ശരിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ ഇമ്മല്ലാത്ത എത്ര മക്കളെ നല്ല നിലയിലേക്ക് കെട്ടിച്ചു കൂടുന്നുണ്ട്. പൊന്നൂര് ഭാഗ്യം തന്നെയാണ്. ഈ ഇള ചെയിന് നല്ല കൂന്നലുള്ളൊരു ചെയിനാലേ. എന്തായാലും സുന്ദരി അയക്കണ് പൊന്നോ. അന്നെ ആരും ഒരുക്കി തന്നത് അന്റെ കൂട്ടുകാരി ആണെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരി അയക്കണം എന്നെ കാണാന്. കമ്മൽ എത്ര പവനാണ്? 1/2 പവനൊക്കെ ഉണ്ട് തോന്നുന്നു കമ്മല. ചെയിന് കാണാനേ കുറച്ച് കൂനലുണ്ട് അല്ലേ. പിന്നെ ഇറങ്ങും നമുക്ക് എല്ലാവർക്കും കൂടി ഓഡിറ്റോറിയത്തിൽ കണ്ടു പോവുക. വല്യമ്മായിയെ വരി. ഇറങ്ങ ഇറങ്ങ ഒരു വരിന്ന് താത്ത പോവാ. നമുക്ക് വണ്ടി അവിടെ വന്നിക്കണാല. അപ്പൊ വിളിച്ചിരുന്നു. എന്നാ വരി, എന്നാ വരി എല്ലാരും. ഇറങ്ങ വരി. ഇറങ്ങമ്മയ്യ. പൊന്നു വാ. പൊന്നോ, സങ്കടപ്പെടരുത് കേട്ടോ. ഞാനോട് റൂമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നിക്ക്. പലരും പലതും പറയും. മെയിൻ ചെയ്യണ്ട.